നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറേ നേരമായ ഒരു ലോറി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. ഒതുക്കി കൊടുത്തിട്ട് അവര് പോണ്ടേ? അമ്പലത്തിൽ പോയിട്ട് തിരികെ വന്നപ്പോ വന്നതിന്റെ പുറകെ ആരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല, അതുപോലെ ഇനി അച്ഛന്റെ അമ്മയുടെയും പിറകെ ആരെങ്കിലും? എന്താ ജഗനിപ്പ അങ്ങനെ പറഞ്ഞത്? ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു തോന്നല്. ഏതായാലും ഞാനിപ്പോ വരാം. അല്ല, അച്ഛനമ്മയും കാണണം എന്നിട്ട് പോന്നൊക്കെ പറഞ്ഞിട്ട്? അത് അല്പം തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി. ഇതെന്താ ചന്ദ്രേച്ചി? ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമ്മേ, ഏട്ടൻ ചേച്ചിയെ നോക്കുന്നതല്ലേ? ഒരു തെളിവും അവന് കിട്ടരുത്. നിത്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരിക്കലും അവന് മനസ്സിലാവരുത്. മോനെന്താ എല്ലായിടത്തും ഇങ്ങനെ കയറി നോക്കുന്നേ? ഏയ്, ഒന്നുമില്ലമ്മേ. നമ്മുടെ വീടല്ലേ, എല്ലാ ഭാഗവും ഒന്ന് കാണണ്ടേ? മോനവിടെ ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. അതാരുടെ മുറിയാമേ? അതെന്റെ മുറിയേട്ടാ. ഇവളാകെ അലങ്കോലമാക്കി അങ്ങ് ഇട്ടിരിക്കുക. അല്ലെങ്കിലും പിള്ളേരങ്ങനെയല്ലേ അമ്മേ? അമ്മ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല. ജ്യോതിയുടെ മുറി ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നത്. എന്താ ഏട്ടാ? ഒന്നുമില്ല. ഇനി ഇവിടെ വേറെ വല്ല മുറിയുണ്ടോ? ഇല്ല. നീ എന്താടി ഇങ്ങനെ നിൽക്കുന്നേ? എന്താ നിന്റെ പുറകില്? ഒന്നുമില്ല. ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വല്ലാത്ത ക്ഷീണം അമ്മേ. കൈയും കാലൊക്കെ തളരുന്ന പോലെ. എനിക്കൊരു ചായ ഇട്ട് തരുമോ?
ചായ ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് വരാം. മോൻ അവിടെ ചെന്നിരുന്നു. ക്ഷീണമുള്ളതല്ലേ? അമ്മേ, ഏട്ടന്റെ അവസ്ഥയിലുള്ള ആളുകള് ഓർമ്മ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോ വല്ലാണ്ട് ക്ഷീണിക്കുമെന്നും അസഹ്യമായ തലവേദന ഉണ്ടാവുമെന്നും കേട്ടിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്തപ്പോൾ വായിച്ചതാ. നിത്യയെക്കുറിച്ചുള്ള ഓർമ്മകളാ ഏട്ടൻ ഇപ്പൊ വേട്ടയാടുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു. ദൈവമേ, നിത്യ ഇപ്പോഴൊന്നും തിരിച്ചു വരരുത്. മാധവേട്ടാ, കുറേ നേരമായ ഒരു ലോറി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. ഒതുക്കി കൊടുത്തിട്ട് അവർ പോണ്ടേ? ചിലപ്പോ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിക്കായിരിക്കും. ചന്ദ്രു, മാധവേട്ടാ, എന്തെങ്കിലും പറ്റിയോ? വണ്ടി എടുക്കും. എന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല മോനെ, ഒന്നും പറ്റിയില്ല. കുറെ നേരമായിട്ട് ഈ വണ്ടി ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. അവന് സൈഡ് കൊടുത്തിട്ടും അവൻ കയറി പോകുന്നില്ല. അവനൊക്കെ വല്ല ബോധം ഉണ്ടായിട്ട് വേണ്ടേ? ലോറി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ടെന്നാ ഇവന്മാരുടെയൊക്കെ ധാരണ. അല്ല, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മോനെ. റോഡിലെ ആക്സിഡന്റ് ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ ഇത് പർപ്പസായിട്ട് ചെയ്തതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.